സ്റ്റോക്ക് ജേണൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ മാസം വളരെയധികം വോളറ്റൈൽ ആയിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നും അതുപോലെ തന്നെ സെൻസെക്സും നിഫ്റ്റിയും രണ്ടും എന്തുകൊണ്ടാണ് അവരുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഇടിവ് വരാനുള്ള കാരണം, ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മാസം ഒക്ടോബർ മാസത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ധാരണയും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ അറിയേണ്ടത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ഇവ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഷെയർ മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, ഫോറിൻ ഔട്ട്ഫ്ലോസ്. ഫോറിൻ ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഫോറിൻ ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ഫോറിനേഴ്സ്, വിദേശികളാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ പെടുന്നത്. ഈ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവർ പിൻവലിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ മാത്രം. ഒരു സംശയവുമില്ല, നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിൽ കൂടി വരുന്ന കൊറോണ കേസുകൾ തന്നെയാണ് ഇതിനുള്ള കാരണം. നമ്മൾ കുറച്ചുനാൾ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ത്യയിൽ കൊറോണ കേസുകൾ കുറഞ്ഞിരിക്കുമ്പോൾ ഇറ്റലിയിലും ചൈനയിലും അമേരിക്കയിലും ഒക്കെ വളരെയധികം കൂടുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ കരുതി ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെക്കാൾ കൂടുതൽ കൊറോണ കേസുകളാണ് ഇന്ത്യയിൽ പോസിറ്റീവ് വരുന്നത്. ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതി തന്നെയാണ് അവർ പിൻവലിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് പിൻവലിച്ചിട്ടുള്ളത്, സെൽ ഓഫർ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു ഇടിവ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ദിനം പ്രതി കേസുകൾ കൂടി വരുന്നു എന്നുള്ള ന്യൂസ് ഗ്ലോബലി സ്പ്രെഡ് ആവുന്നതോടെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ചെറിയൊരു സംശയം വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിക്ഷേപങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ആ ഒരു മാസത്തിൽ തന്നെ വിഡ്രോ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻസ് തന്നെ 300 കോടി രൂപയോളമാണ് പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ സെപ്റ്റംബർ മാസം തന്നെ വലിയൊരു തുകയുടെ നിക്ഷേപം പിൻവലിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ തീർച്ചയായും റിഫ്ലക്ട് ചെയ്യും. മാർക്കറ്റ് എന്ന നിലയിൽ നിന്ന് വിട്ടുചിന്തിക്കുകയാണെങ്കിൽ 32 കോടി ജനങ്ങളുള്ള അമേരിക്കയും വെറും 6 കോടി ജനങ്ങളുള്ള ഇറ്റലിയും നമ്മൾ 135 കോടി ജനങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു 60 ലക്ഷത്തിന് മേലെ നമ്മൾ കൊറോണ കേസുകൾ നിൽക്കുന്നത്. അത് തീർച്ചയായും നമ്മുടെ വിജയം തന്നെയാണ്. എന്നാൽ പോലും ഷെയർ മാർക്കറ്റിന് ഇത് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു ഇടിവ് നമുക്ക് തീർച്ചയായും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ഇപ്പൊ ഇതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ വരുന്ന ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഇങ്ങനെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് തീർച്ചയായും മാർച്ചിൽ നമ്മൾ ഫേസ് ചെയ്തതിന്റെ ആ ഒരു ഡെപ്തിൽ തന്നെ, ആ ഒരു തീവ്രതയിൽ തന്നെ നമ്മൾ എത്തിച്ചേരും. കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഇതിന്റെ കൂടെ തന്നെ പിൻവലിക്കാൻ തുടങ്ങും. അത് തീർച്ചയായും ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് മാറുകയും അത് മാർച്ചിൽ സംഭവിച്ച പോലെ തന്നെ ഒരു മാർക്കറ്റ് ക്രാഷിലേക്ക് എത്താൻ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് പ്രസിഡന്റിനെ കുറിച്ചാണ്. നമ്മളുടെയല്ല, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ്. ഈ ഒരു ഇലക്ഷന്റെ ടോപ്പിക് ഞാനിവിടെ പറയാനുള്ള കാരണം, നല്ലൊരു ട്രേഡർക്ക് അറിയാൻ സാധിക്കും നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുവോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, മാർച്ച് മാസത്തിൽ നമുക്ക് കൊറോണ കേസുകൾ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മാർച്ചിലാണ് ഇന്ത്യൻ എക്കണോമി മൂക്കുത്തി വീണതും ക്രാഷ് സംഭവിച്ചത്. അതിനുള്ള റീസൺ ഗ്ലോബൽ എക്കണോമിയിൽ വരുന്ന ചേഞ്ചസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷൻ നടക്കുമ്പോൾ ഇദ്ദേഹം എന്ത് പറയും, എന്ത് ചെയ്യുമെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിന് അഡ്വേഴ്സ് ആയി വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഡെമോ സെഷനിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും യഥാർത്ഥ കൊറോണ കേസുകളുടെ പോസിറ്റീവ് റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും താഴ്ന്നു നിൽക്കുന്നത്. നമ്മൾ 60 ലക്ഷത്തിന് മേലെ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കൊറോണ കേസുകളുടെ പോസിറ്റീവ് റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾക്കും തന്നെ ചേഞ്ചസ് വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ അതുപോലെ തന്നെ മൂന്നാമത്തെ ടോപ്പിക് നോക്കുമ്പോൾ എ റൈസ് ഇൻ കോവിഡ് കേസസ്. നമ്മൾ ലോകത്തിൽ തന്നെ എല്ലാം കോവിഡ് കേസുകൾ പോസിറ്റീവ് റിസൾട്ട്സ് നോക്കുമ്പോൾ 33 മില്യൺ കേസസ് ആണ് വേൾഡ് വൈഡ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 60 ലക്ഷത്തിന് മേലെയാണ് കൊറോണ കേസുകൾ പോസിറ്റീവായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും കൊറോണ കേസുകൾ ഏറ്റവും അധികം പോസിറ്റീവായി നിൽക്കുന്നത് അമേരിക്കയിലാണ്. അത് 70 ലക്ഷത്തിന് മേലെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറയുന്നത് 32 കോടി ജനങ്ങൾ മാത്രമുള്ള രാജ്യമാണ്. അവിടെയാണ് 70 ലക്ഷത്തിന് മേലെ കൊറോണ കേസുകൾ പോസിറ്റീവ് നിൽക്കുന്നത്. നമ്മൾ ഇന്ത്യ ആകട്ടെ 135 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 60 ലക്ഷത്തിന് മേലെ നിൽക്കുമ്പോൾ പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോൾ ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് പോസിറ്റീവ് കേസുകൾ. എങ്കിൽ പോലും ന്യൂസ് സ്പ്രെഡ് ആവുന്നത് ഇന്ത്യ ദി സെക്കൻഡ് വേഴ്സ്റ്റ് എഫക്റ്റഡ് കൺട്രി എന്നാണ്. അതുപോലെ തന്നെ ന്യൂസുകൾ സ്പ്രെഡ് ആവും തോറും
ഗ്ലോബലി ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്കണോമി വളരെയധികം വോളറ്റൈൽ ആവാൻ സാധ്യതകളുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്ന വഴി നമ്മുടെ മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആവാൻ സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ മാസത്തിൽ ഒരു ക്രാഷിന്റെ രീതിയിൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ മിഡ് വീക്ക് ആയപ്പോൾ ഒരു ക്രാഷിന്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പിന്നെയും ഗെയിൻ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇനിയിപ്പോൾ 5-ാം തീയതി വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ഗെയിൻ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ പോലും മാർക്കറ്റിൽ നമ്മൾ കൊറോണ കേസുകൾ വളരെയധികം പോസിറ്റീവായി പോകുമ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും ഒരു സ്റ്റേബിളായി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ സാധിക്കും. ഇൻവെസ്റ്റേഴ്സ് മൂഡ് ഫ്രം പാനിക് ടു ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയതിനു ശേഷം വീണ്ടും ഗെയിൻ ചെയ്തു വരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പോലും എക്കണോമി റീഗെയിൻ ചെയ്യുമ്പോൾ മാർക്കറ്റ് തീർച്ചയായും ആ ഗ്രോത്ത് കാണിക്കുമെന്ന് ഉറപ്പുണ്ട്. ഒരു മിറർ എഫക്റ്റ് പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ എക്കണോമിയുടെ ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാ ഇൻവെസ്റ്റേഴ്സും ശരിയായ ഒരു ധാരണയുണ്ട്. ആ ഒരൊറ്റ ധാരണയുടെ പേരിലാണ് ഇപ്പോഴും മാർക്കറ്റ് വീഴാതെ പിടിച്ച് സ്റ്റേബിളായി നിൽക്കുന്നത്. കാരണം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാം മാർക്കറ്റ് ഇപ്പോൾ വളരെ വില കുറവിന് എല്ലാ ഷെയർസ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ആ വില കുറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നാളെ ഒരു ദിവസം കൊറോണ പാൻഡമിക് എല്ലാം ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ, അതുമല്ലെങ്കിൽ ഇപ്പോൾ പാൻഡമിക്കിന്റെ ഡെപ്ത് കുറഞ്ഞു വരുമ്പോൾ തന്നെ മാർക്കറ്റ് ഗെയിൻ ചെയ്ത് വരികയും സ്റ്റോക്കിന്റെ മൂല്യം കൂടുകയും അറിയാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു ഡബിളോ ത്രൈസോ പ്രൈസ് നമുക്ക് പ്രോഫിറ്റ് ആയി നേടാൻ സാധിക്കും. ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ട്രസ്റ്റ് ആണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പോഴും സ്റ്റേബിളായി നിൽക്കാനുള്ള ഒരേ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിമേഷ് ചന്ദൻ, ഹെഡ് ഓഫ് ഇക്വിറ്റീസ്, അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ്. കറന്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഗ്ലോബലിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഒരേ ഒരു ധാരണയെ നമുക്കിപ്പോൾ മനസ്സിൽ വരുന്നുള്ളൂ. കാരണം പാൻഡമിക്കിന്റെ ഒരു സെക്കൻഡ് വേവ് ആണോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്റ്റോക്സിന്റെ വാല്യൂ ഇനി കുറഞ്ഞ് വീണ്ടും മാർച്ച് സംഭവിച്ച പോലെ ഒരു ക്രാഷിലേക്ക് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ആ ഒരു ധാരണയോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ മണപ്പുറം എന്നൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് ഷട്ടിൽ പോലെയായിരുന്നു. 160 നിന്നും 150 നിന്നും ഒരു ഷട്ടിൽ പോലെയായിരുന്നു ആ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സെപ്റ്റംബർ മിഡ് വീക്ക് ആയപ്പോൾ മണപ്പുറം എന്ന സ്റ്റോക്ക് 140 എത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചത് മാർക്കറ്റ് ക്രാഷ് ആണോ സംഭവിക്കുന്നത് എന്നാണ്. കാരണം ഇതുവരെ 160 മേലെ പോകാൻ സാധിച്ചിട്ടില്ല. 160 എത്തുമ്പോൾ റെസിസ്റ്റൻസ് എടുത്തിട്ട് അവിടെ നിന്ന് താഴെ വരികയാണ് കാണുന്നത്. അവിടെ 150 എത്തിയിട്ട് അവിടെ വീണ്ടും ഒരു ഗെയിൻ വരുന്നത്, അപ്പോൾ അവിടെ കാണുന്നത് ഒരു ബൈങ്ങും സെല്ലിങ്ങുമാണ്. എന്നാൽ പിന്നെ 140 എത്തിയപ്പോൾ സെല്ലിംഗ് കൂടുന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇപ്പോൾ ഓഫ് കോഴ്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ക്യാഷ് വിഡ്രോ ചെയ്തപ്പോൾ അതിനൊരു അഡ്വേഴ്സ് എഫക്ട് തന്നെയായിരിക്കും ഈ മണപ്പുറം എന്ന സ്റ്റോക്ക് 140 എത്തിയത്. മണപ്പുറം എന്ന ഒരു സ്റ്റോക്ക്, അതുപോലെ ഒരുപാട് സ്റ്റോക്കുകൾ മാറിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഒരു ചെറിയൊരു ക്രാഷ് തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ മണപ്പുറം എന്ന സ്റ്റോക്ക് നമ്മൾ ഒരു ഉദാഹരണത്തിന് 140 എത്തിയ സ്റ്റോക്ക് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാതെ വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ മണപ്പുറം പാൻഡമിക് ടൈമിൽ വന്നിരുന്ന ഒരു 54-55 ആ ഒരു എമൗണ്ടിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും തന്നെ തീർച്ചയായും ആ ഒരു സ്റ്റോക്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മണപ്പുറം എന്നൊരു സ്റ്റോക്ക് ആ ഒരു 90ന്റെ റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ധാരണ എല്ലാവരും ഇൻവെസ്റ്റേഴ്സിനും മനസ്സിലുള്ളപ്പോൾ പേഴ്സണലി എൻ്റെ തോട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തോട്ട്സ് ഉണ്ടായിരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇനി താഴോട്ട് പോകാൻ സാധ്യതകളുണ്ടോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞു 10,000 കോടി രൂപയുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ 300 കോടി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെയിം തിങ് തന്നെ ഈ ഒക്ടോബർ മാസവും വിഡ്രോ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായും ഒരു ഡ്രോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പാനിക്കിൽ നിന്നും ഒപ്റ്റിമിസ്റ്റിക് ആയി എന്ന്. അപ്പോൾ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റ് എക്കണോമി മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോകും എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു സെപ്റ്റംബറിൽ നടന്ന ക്രാഷ് അതുപോലെ തന്നെ ഒക്ടോബറിലും ആൾക്കാർ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയി ഇരിക്കുന്ന ട്രേഡേഴ്സ് വരെ മാർക്കറ്റ് ക്രാഷിലേക്ക് പോകുമെന്ന് വിചാരിച്ച് അവരും സെൽ ഓർഡർ കൊടുക്കുന്നതിലൂടെ മാർക്കറ്റ് തീർച്ചയായും ഒരു ക്രാഷിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ ഭാവിയിൽ ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ചെറിയ വിലക്കിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ ഒരു ധാരണ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഒക്ടോബർ എന്ന മാസത്തിൽ നമ്മൾ ട്രേഡിലേക്ക് ഏർപ്പെടാൻ. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ വളരെയധികം കൂടുതലായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ. അപ്പോൾ നമുക്ക് ഈ മാസവും അത് എക്സ്പെക്ട് ചെയ്യണം. രണ്ടാമത്തത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ വേരിയേഷൻസും അതിൻ്റെ ഒരു ചേഞ്ചസ് ഗ്ലോബൽ എക്കണോമിയിൽ തന്നെ ചേഞ്ചസ് വരാൻ സാധ്യതകളുണ്ട്.
അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ കൊറോണ പാൻഡമിക് കേസുകളുടെ പോസിറ്റീവ് റിസൾട്ട്സ് ഒരുപാട് കൂടി വരുന്നു. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുന്ന ട്രേഡേഴ്സ് എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു സെൽ ഓഫർ കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ തീർച്ചയായും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഒക്ടോബറിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.